വൂൾവറിൻ ഓൾഡ് മാൻ ലോഗൻ എന്ന കോമിക്കിന്റെ 5ാമത്തെ ഇഷ്യൂ ആണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ കോമിക്കിന്റെ മറ്റ് ഇഷ്യൂസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോസ് ആദ്യം കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. സോ നമുക്കൊട്ടും സമയം കളയാതെ കഥയിലേക്ക് പോകാം. 50 വർഷങ്ങൾക്ക് മുന്നേയുള്ള തന്റെ കഥ ലോഗൻ ഹോക്കയോട് പറയുകയാണ്. 50 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയണോ? 50 വർഷങ്ങളായിട്ട് ഞാൻ എന്റെ അഡമാന്റിയ ക്ലോസ് പുറത്തെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയണോ ഹോക്കൈ? നമ്മുടെ എല്ലാ മണ്ടൻ കഥകളിലെയും പോലെ വില്ലന്മാരെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച ആ രാത്രി ദി അവഞ്ചേഴ്സും ഷീൽഡും ദ ഫാന്റാസ്റ്റിക് ഫോറും വക്കാണ്ടയും എക്സ്മെനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്തോ വലിയ ആപത്ത് സംഭവിക്കുന്നുണ്ട്. എല്ലായിടത്തു നിന്നും കാത് പൊട്ടിപ്പോകുന്ന ഹൈ പിച്ച് നോയ്സ് മാത്രമാണ് അവൾക്ക് കേൾക്കുവാൻ സാധിച്ചത്. എന്തോ ആപത്ത് വരുന്നുണ്ടെന്ന് സെൻസ് ചെയ്ത ലോഗൻ വേഗം തന്നെ ഇവിടെ നിന്നും നമുക്ക് രക്ഷപ്പെടണമെന്ന് ജൂബിലിയോട് പറഞ്ഞു തീർക്കേണ്ട താമസം. പെട്ടെന്ന് തന്നെ അവർ നിന്നിടത്ത് ഒരു വലിയ എക്സ്പ്ലോഷൻ ഉണ്ടാവുകയാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ എക്സ്പ്ലോഷനിൽ ജൂബിലി മരണപ്പെട്ടു. ഇപ്പോൾ അല്ല വൂൾവറിൻ, ഒരു 20 മിനിറ്റിന് മുന്നേ നീ ഇവിടെ നിന്നും പോകേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം വില്ലന്മാർ എക്സ്പാൻഷനിലേക്ക് കയറി വരികയാണ്. ഷോക്കറും മാഗ്നീറ്റോയും നദാൻ സമേഴ്സ് അഥവാ സ്ട്രൈഫും മിസ്റ്റർ ഹൈഡും ഡോക്ടർ ഒക്ടോബസും ഒക്കെയാണ് എക്സ്പാൻഷൻ തകർത്തുകൊണ്ട് അവിടേക്ക് എത്തിയ വില്ലന്മാർ. വൂൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസ് ഒക്കെ സജ്ജമാക്കി അവന്മാരോട് പോരാടാൻ തയ്യാറായെങ്കിലും ഡോക്ടർ ഒക്ടോബസ് തന്റെ റോബോട്ടിക് ടെന്റാക്കിൾസിന്റെ സഹായത്തോടെ വൂൾവറിനെ ഒന്നനങ്ങാൻ സാധിക്കാത്ത വിധം പിടികൂടുകയാണ്. ഓരോ സൂപ്പർ ഹീറോയ്ക്കും ഒരു 25 വില്ലന്മാരെങ്കിലും കാണും. ഓരോ സൂപ്പർ ഹീറോയുടെ വില്ലന്മാരും ഒരേ സമയത്ത് ഒരുമിച്ചാലോ? അതാണ് ഇവിടെ സംഭവിച്ചത്. എക്സ്പാൻഷനിലെ മ്യൂട്ടന്റ് അക്കാഡമിയിൽ പഠിക്കുന്ന മ്യൂട്ടന്റ് ആയിട്ടുള്ള കുട്ടികളെയെല്ലാം വില്ലന്മാർ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഡോക്ടർ ഒക്ടോബസിന്റെ റോബോട്ടിക് ടെന്റാക്കിൾസ് വെട്ടിമാറ്റിയ വൂൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസ് ഉപയോഗിച്ച് ഡോക്ടർ ഒക്ടോബസിനെയും മാഗ്നീറ്റോയെയും മിസ്റ്റർ ഹൈഡിനെയും നദാൻ സമേഴ്സ് അഥവാ സ്ട്രൈഫിനെയും വെട്ടിയും കുത്തിയും കൊന്നുകളയുന്നു. മ്യൂട്ടന്റ് ആയിട്ടുള്ള കുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന പീറ്റർ പെട്രോസ്കി അഥവാ ട്രാപ്സ്റ്ററിനെയും ഗ്രീൻ ഗോബ്ലിനെയും സിൽവർ സാമുറായിയെയും വൂൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസ് ഉപയോഗിച്ച് വെട്ടിയും കുത്തിയും കൊന്നു തള്ളി. വില്ലന്മാരോടൊക്കെ പോരാടുന്നതിന്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോ? എന്ത് കേട്ടാലും ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് എന്നൊക്കെ മ്യൂട്ടന്റ് ആയിട്ടുള്ള കുട്ടികളോട് വൂൾവറിൻ പറയുമ്പോൾ ആ പിള്ളേര് എക്സ്പാൻഷനിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഓടിപ്പോകാൻ ശ്രമിക്കുന്ന കുട്ടികളെ കൊല്ലാൻ വന്ന മിസ്റ്റർ സിനിസ്റ്ററിനെയും സേബർ ട്യൂത്തിനെയും ലേഡി ഡെഡ് സ്ട്രൈക്കിനെയും ഒമേഗ റെഡിനെയും സ്കോർപ്പിയനെയും ഷോക്കറിനെയും ഒക്കെ വൂൾവറിൻ ഒന്നും നോക്കാതെ വളരെ ബ്രൂട്ടലായിട്ട് തന്നെ കൊന്നു തള്ളുകയാണ്. അവിടേക്ക് വന്ന വില്ലന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം മരണപ്പെട്ടത് ബുൾസൈ ആണ്. ഏകദേശം 90 മിനിറ്റോളം വൂൾവറിനും ബുൾസൈയും പോരാടി. ബുൾസൈയോട് പോരാടുന്ന സമയത്ത് പോലും പുറത്ത് എന്തായിരിക്കും സംഭവിക്കുന്നതെന്നും മറ്റു സൂപ്പർ ഹീറോസിനൊക്കെ എന്താകാൻ സംഭവിച്ചതെന്നും എക്സ്പാൻഷനിലേക്ക് വന്നവന്മാരെയെല്ലാം താൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ആ മ്യൂട്ടൻ കുട്ടികളെയെല്ലാം അവന്മാർ തീർച്ചയായിട്ടും കൊന്നു കളഞ്ഞേനെ എന്നുമൊക്കെയാണ് ലോഗൻ ആ സമയത്ത് ആലോചിച്ചത്. ഒരു വലിയ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ബുൾസൈയുടെ വയറ്റിലേക്ക് വൂൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസ് കുത്തിയിറക്കുകയാണ്. മരിക്കുന്നതിന് മുൻപ് ലോഗന്റെ കൈകളിൽ കിടന്ന് ബുൾസൈ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ: നിർത്തൂ ലോഗൻ, ദയവായി നിർത്തൂ. എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? നീ ഞങ്ങളുടെ എല്ലാം നല്ലൊരു സുഹൃത്താണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്നൊക്കെ. തന്നോട് ബുൾസൈ ഇങ്ങനൊക്കെ പറയുന്നത് കേട്ട വൂൾവറിൻ അന്താളിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആരോ ഒരാൾ വൂൾവറിന്റെ പുറകിലേക്ക് വന്ന് നിന്നതും ബുൾസൈക്ക് പകരം തന്റെ കൈകളിൽ രക്തം വാർന്ന് മരണപ്പെട്ട് കിടക്കുന്നത് തന്റെ സുഹൃത്തായ ജൂബിലി ആണെന്നും വൂൾവറിൻ മനസ്സിലാക്കുകയാണ്. അന്ന് എക്സ്പാൻഷനിൽ സംഭവിച്ചതെല്ലാം ഇല്ലൂഷൻ ആയിരുന്നു. മാസ്റ്റർ ഓഫ് ഇല്ലൂഷൻസ് എന്നറിയപ്പെടുന്ന മിസ്റ്റീരിയോയുടെ ഇല്ലൂഷൻ. മിസ്റ്റീരിയോ ഇതെല്ലാം ചെയ്തത് തന്റെ ക്രിമിനൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയായിരുന്നു. താൻ ക്രിയേറ്റ് ചെയ്ത ഇല്ലൂഷൻസ് മാറ്റി യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്താണെന്ന് മിസ്റ്റീരിയോ വൂൾവറിനെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ കാഴ്ച കണ്ട് വൂൾവറിൻ അമ്പരന്ന് ഞെട്ടിത്തെറിച്ചു പോവുകയാണ്. അതെ, മിസ്റ്റീരിയോ ക്രിയേറ്റ് ചെയ്ത ഇല്ലൂഷനിൽ വൂൾവറിൻ കൊന്നത് സൂപ്പർ വില്ലന്മാരെ ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ തന്റെ അഡമാന്റിയ ക്ലോസ് ഉപയോഗിച്ച് വൂൾവറിൻ വെട്ടിയും കുത്തിയും ഒക്കെ ബ്രൂട്ടലായിട്ട് കൊന്നത് തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആയിരുന്നു. അതെ, എക്സ്മെൻ എന്ന ടീം വൂൾവറിന്റെ കൈകളാൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നീയാണല്ലേ എക്സ്മെനെ കൊലപ്പെടുത്തിയത് എന്ന് വളരെ ആശ്ചര്യത്തോടെ ഹോക്കൈ ലോഗനോട് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് ലോഗൻ പറയുവാണ്: അതെ, ഞാൻ തന്നെയാണ് എക്സ്മെനെ കൊലപ്പെടുത്തിയത്. അവരുടെ എല്ലാം നെഞ്ചിലൂടെ വെട്ടിയും കുത്തിയുമാണ് ഞാൻ അവരെ കൊന്നത്. പക്ഷെ ഞാൻ കൊന്നത് അവരെ ആയിരുന്നുവെന്ന് ആ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു ഹോക്കൈ.
എന്റെ സെൻസുകൾക്ക് അതൊന്നും മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. മിസ്റ്റീരിയോയുടെ ഇല്യൂഷനിൽ ഞാൻ പെട്ടുപോയതാണ്. ദൈവം സത്യമായിട്ട് ഞാൻ പറയുന്നു, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ആകെ അറിയാവുന്നത് കാട്ടിലെ മരങ്ങൾക്കിടയിലൂടെ ഞാൻ കുറ്റബോധം പേറി കരഞ്ഞുകൊണ്ട് നടന്നു പോകുന്നത് മാത്രമാണ്. ആഴ്ചകളോളം ആ കാട്ടിലൂടെ ഞാൻ നടന്നലഞ്ഞു. എന്റെ തലയിൽ ആകെ തങ്ങി നിന്നത് എന്റെ സുഹൃത്തുക്കളുടെ രക്തത്തിന്റെ രുചി മാത്രമായിരുന്നു. കാട്ടിലെ മൃഗങ്ങൾ പോലും എന്നെ കണ്ട് ഭയപ്പെട്ടോടുകയാണ് ഉണ്ടായത്. വേഗാസിലെ ഹീറോസും വില്ലന്മാരും തമ്മിലുള്ള ആ അവസാന പോരാട്ടം, ആ പോരാട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അതൊന്നും ചിന്തിക്കാൻ കഴിയാത്തത്ര വിധം അവർ എന്നെ തകർത്തിരുന്നു. ആ സമയത്ത് എനിക്ക് എന്നെ തന്നെ വേദനിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു വേണ്ടിയത്. ഞാൻ ചെയ്തു കൂട്ടിയതിനെല്ലാം വലിയ വില കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു റെയിൽവേ ട്രാക്കിലൂടെ ദേഹത്തൊക്കെ മുറിവുകളുമായിട്ട് ഒരു ചരക്ക് ട്രെയിൻ വരുന്നത് നോക്കി ഞാൻ മുന്നോട്ട് നടന്നു. ആ ചരക്ക് ട്രെയിൻ തട്ടി അന്ന് രാത്രി വൂൾവറിൻ മരണപ്പെട്ടു. അത് കേട്ടപ്പോൾ ഹോക്കൈ വൂൾവറിനോട് ചോദിക്കുവാണ്, ലോഗൻ, നിനക്ക് ഹീലിംഗ് ഫാക്ടർ ഉള്ളപ്പോൾ ഒരു ട്രെയിൻ തട്ടി നീ എങ്ങനെയാണ് മരിക്കുക എന്ന്. അത് കേട്ട ലോഗൻ മറുപടിയായിട്ട് പറഞ്ഞത് ഇത്ര മാത്രമാണ്, അതായത് മരിക്കാനല്ല ഞാൻ അങ്ങനെ ചെയ്തത്, സ്വയം വേദനിപ്പിക്കാനാണ്. ചില സമയങ്ങളിൽ അതൊക്കെ തന്നെ ധാരാളമാണ്. അന്ന് രാത്രി റെയിൽവേ ട്രാക്കിലേക്ക് തലവെച്ച് കിടന്ന വൂൾവറിന്റെ തലയിലൂടെ ആ ചരക്ക് ട്രെയിൻ കയറി ഇറങ്ങിയിരുന്നു. ഇനി നീ എന്നോട് പറ, വൂൾവറിൻ മരിക്കാൻ അർഹതയില്ലാത്തവനാണെന്ന്. 50 വർഷങ്ങളായിട്ട് ഈ അഡമാൻഡിയ ക്ലോസ് പുറത്തെടുക്കാതിരിക്കുന്ന ഞാൻ ഒരു വിഡ്ഢിയാണെന്ന്. ഞാനിപ്പോൾ ഒരു കർഷകനാണ് ഹോക്കൈ. എന്റെ ഈ കൈകൾ യഥാർത്ഥത്തിൽ ഭൂമിയെ പരിപാലിക്കാൻ പോലും യോഗ്യമല്ല. എന്നോടിനി ഫൈറ്റ് ചെയ്യാൻ പോലും നീ ആവശ്യപ്പെടരുത്. ജീവനുള്ള മറ്റൊന്നിനെയും ഞാൻ ഇനി വേദനിപ്പിക്കില്ല എന്നൊക്കെ ലോഗൻ ഹോക്കൈയോട് പറയുമ്പോൾ, ഇനി ഒരിക്കലും ലോഗൻ മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യാൻ താൻ ആവശ്യപ്പെടില്ല എന്ന് ഹോക്കൈ ലോഗന് വാഗ്ദാനം നൽകുന്നു. അങ്ങനെ പ്രഭാതത്തിൽ തന്നെ യാത്ര തുടരുന്ന ലോഗനും ഹോക്കൈയും സ്പൈഡർ മൊബൈലിൽ ഡ്വൈറ്റ് സ്റ്റോളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു പയ്യൻ സ്പൈഡർ മൊബൈലിനെ തടഞ്ഞു നിർത്തുകയാണ്. ആ പയ്യൻ ആന്റ്മാന്റെ ഹെൽമെറ്റ് ഒക്കെയാണ് ധരിച്ചിരിക്കുന്നത്. ഡ്വൈറ്റ് എന്നാണ് ആ പയ്യന്റെ പേര്. അവൻ തന്നെയാണ് ആ സ്ഥലത്തിന് ഡ്വൈറ്റ് സ്റ്റോൾ എന്ന് പേര് നൽകിയിട്ടുള്ളത്. ഈ പാലത്തിലൂടെ കടന്ന് അപ്പുറത്തേക്കെത്താൻ ഡ്വൈറ്റിന് ഹോക്കൈ 80 സെന്റ് പണം കൊടുക്കണമെന്നും അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സായ ഉറുമ്പുകളെ കൊണ്ട് കടിപ്പിക്കുമെന്നും അവന്റെ ഒരു വാക്കിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണെന്നുമൊക്കെ ഡ്വൈറ്റ് പറയുമ്പോൾ ഹോക്കൈ തന്റെ കയ്യിലുണ്ടായിരുന്ന 80 സെന്റ് പണം ആ പയ്യന് കൊടുത്തിട്ട് മുന്നോട്ട് യാത്ര തുടരുകയാണ്. ഡൂം സ്ലെയറിലെ ഇല്ലിനോയ്സിലൂടെ സ്പൈഡർ മൊബൈലിൽ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ ആ ട്രെയിൻ തട്ടിയതിനു ശേഷം നിനക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഹോക്കൈ ലോഗനോട് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലോഗൻ അത് പറയാൻ കൂട്ടാക്കുന്നില്ല. അതൊക്കെ മറന്നേക്കൂ ഹോക്കൈ. കഴിഞ്ഞു പോയതിനെ തേടി വീണ്ടും പോവുകയാണെങ്കിൽ അത് വേദനകൾ മാത്രമേ നമുക്ക് സമ്മാനിക്കൂ എന്നാണ് ലോഗൻ ഹോക്കൈയോട് പറയുന്നത്. പെട്ടെന്ന് തന്നെ അവരെ ലക്ഷ്യമാക്കി അവരെ പിന്തുടർന്ന് വെനം എന്ന സിംബിയോട്ട് ബോണ്ടായ ഒരു ടൈറാനോസോറക്സ് റെക്സ് അഥവാ വെനമോസോറക്സ് റെക്സ് അതിവേഗത്തിൽ വരുന്നതോടെ വൂൾവറിൻ ഓൾഡ് മാൻ ലോഗൻ എന്ന കോമിക്കിന്റെ 5ാമത്തെ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നു. ലോഗന്റെ പാസ്റ്റും എക്സ്മെൻ എങ്ങനെയാണ് ഇല്ലാതായതെന്നും ഈ ഇഷ്യൂവിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ലോഗനും ഹോക്കയും ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഡോക്ടർ ഡൂമിന്റെ ടെറിട്ടറിയായ ഡൂം സ്ലെയറിലൂടെയാണ്. വെനം എന്ന സിംബിയോട്ട് ബോണ്ടായ വെനമോസോറക്സ് റെക്സിനെ ലോഗനും ഹോക്കയും എങ്ങനെയാകാം നേരിടാൻ പോകുന്നതെന്ന് അടുത്ത ഇഷ്യൂവിൽ കണ്ടറിയാം.